ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രീകാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു കഞ്ഞിയാണ്. കർക്കിടകത്തിനൊക്കെ കഴിക്കുന്ന ഉലുവക്കഞ്ഞി. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതൊക്കെ നോക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങളെല്ലാം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ 5-6 മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ച ഉലുവയാണ്. പിന്നെ ചോറ്, നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വേണ്ടതുണ്ട്, തേങ്ങാപ്പാൽ, കറിവേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി. ഉലുവ ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാനുണ്ട്. ഒരു 3 വിസിലിൽ ഇത് വേവ് കേട്ടോ. ഓരോ കുക്കറിനനുസരിച്ച് വേവ് വ്യത്യാസം ഉണ്ടാവും, അത് ശ്രദ്ധിക്കാം. ഉലുവ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഉലുവ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഇനി വേവിച്ച് വെച്ച ചോറ് കൂടെ ഇടാം. ചോറ് വേവിക്കുന്നതിന് മുന്നേ നല്ലോണം വേവിക്കണ്ട കേട്ടോ. നമുക്ക് ഈ ഉലുവയുടെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും വേവിനനുസരിച്ച് വേണം അതിടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. നമുക്കിനി ഒരു വിസിലൂടെ വരുത്താം. ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വറവിനുള്ളത് തയ്യാറാക്കാം. നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം. ഈ എണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു പരുവായി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചോറ് ഉലുവയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്തിട്ട് ഉള്ളിയും കൂടി ചേർത്തിട്ട് എടുക്കാം. ഇതൊക്കെ ഞാനൊക്കെ കഴിച്ചിരുന്നത് രാവിലെയാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തോടെ എടുക്കുകയാണെങ്കിൽ ശരിക്കും കഞ്ഞി കുടിക്കും പോലെ തന്നെ ഉണ്ടാവും. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ കഴിച്ചിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു നോക്കാം. അടിപൊളിയാണ്.